അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണക്കോടി ഒന്നും കൂടി എടുക്കാൻ പോകണം. അപ്പോൾ വീടിൻ്റെ അവിടെ തന്നെയാണ് ഒരു കട, അപ്പോൾ ഫ്രണ്ടിൻ്റെയാണ് കട. അപ്പോൾ അവിടേക്ക് പോകാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നു. അപ്പോൾ സൺഡേ ആണ് പോകാൻ പ്ലാൻ ചെയ്തത്. സൺഡേ പോകാൻ പറ്റില്ല, കടയൊന്നും നമുക്ക് ഓപ്പൺ ആയില്ല. അപ്പോൾ നെക്സ്റ്റ് സൺഡേ ഒക്കെ ആയിരിക്കും ഓപ്പൺ. അപ്പോൾ ഓണം അടുത്തായതുകൊണ്ട് ഭയങ്കര തിരക്കുമാണ് സൺഡേസിൽ. അപ്പോൾ പിന്നെ തിരക്കില്ലാത്ത സമയത്ത് പോയിട്ട് നല്ലോണം നോക്കിയെടുക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കട. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. തൊട്ടടുത്ത് കൃഷ്ണ മൊബൈൽസ് ഉണ്ട്. ഇതാണ് മുട്രിങ്ങിലെ ഒരു എന്താ പറയുക ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. പണ്ട് ഓൺലൈനിലൊക്കെ ചെയ്യണത്, ഇപ്പോഴും ചെയ്യണത് ലാൻഡ് മാർക്കറ്റ് ആയിട്ട് ഈ കൃഷ്ണ മൊബൈൽസൊക്കെയാണ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇനി കടൻ്റെ അകത്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ കടൻ്റെ ബോർഡ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് കട. ആളില്ല എന്നാണ് തോന്നുന്നത്, നോക്കട്ടെ. ഇവിടെ ആളില്ല, പോയി വിളിച്ചിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കളക്ഷൻസ്. ഇനിയും സ്റ്റോക്കൊക്കെ ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല, ഓർഡറൊക്കെ ആക്കി വെക്കണുള്ളൂ. ആദ്യം കുറച്ച് വന്നതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ കുട്ടികൾക്കും ഉണ്ട്, പെൺകുട്ടികൾക്കും ഉണ്ട്, പിന്നെ ബോയ്സിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഗിഫ്റ്റുകളുണ്ട് കേട്ടോ. നമുക്ക് ഓണത്തിന് ഡ്രസ്സ് മാത്രമല്ല, നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാം വാങ്ങാം. അപ്പോൾ ഇതിന് കൂപ്പണൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് പർച്ചേസ് ചെയ്താലും, ഇവിടെ മാത്രമല്ല മൊബൈൽ കടയിൽ നിന്നാണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന കൂപ്പണുണ്ട്. അപ്പോൾ നറുക്കെടുപ്പ് ദിവസം കാണിച്ചു തരാം കേട്ടോ. സെപ്റ്റംബർ 20-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കൂപ്പൺ ഫസ്റ്റ് പ്രൈസൊക്കെ നോക്കിയോളൂ. ഇലക്ട്രിക് സ്കൂട്ടറൊക്കെയാണ്. അപ്പോൾ നോക്കാം എന്താ കിട്ടുന്നൊക്കെ. പ്യുവർ വൈറ്റ്. ഇതാണ് സുമേഷ് ചേട്ടൻ്റെ വൈഫ്. വർക്ക് വേണ്ട ചേച്ചി, പ്ലെയിന് മതി. രണ്ട് സെയിം ആണോ? അല്ല, രണ്ടും വ്യത്യാസം. ഇത് വന്നിട്ട് കൊറിയൻ മോഡലാണ്. മൂന്നാണ് കേട്ടോ. ഇതൊരു നീല ഒരു മോഡൽ. വേറെ നോക്കണം. വേറെ വൈറ്റാ? വൈറ്റ് അല്ല, വേറെ ഒന്നില്ലെങ്കിൽ ബ്ലൂ, മറ്റേ നേവി ബ്ലൂ ടൈപ്പ് ഇല്ല. പ്ലെയിൻ തന്നെയാ? പ്ലെയിൻ മതി. അച്ഛനാണേ. അതേ സൈസ് എം മതിയോ? ഇങ്ങനത്തെ മോഡൽ എടുക്കട്ടെ അച്ഛന്മാർക്ക്. ഈ ഒരു ആ ടൈപ്പോ? മറ്റേ കതർ ടൈപ്പ്. കതർ ടൈപ്പ് കാണിച്ചു തരാം. ഇതിൽ ബ്രൗൺ ടൈപ്പ് ഉണ്ടാവുമോ? ഒരു വ്യത്യാസമുണ്ട്. ഇത് ഈ എടുത്തില്ലേ വൈറ്റ്, അതേ മെറ്റീരിയൽ, കളർ ചേഞ്ച് ആണ്. ബ്രൗൺ മതി, കാരണം മുണ്ടിന്റെ കര ബ്രൗൺ ആണേ. വേറെ കളർ വേണ്ട? വേറെ വേണ്ട, ഇതന്നെ നോക്കാം. നോക്കിയിട്ട് അച്ഛന് കൂടി സൂട്ടാണോ, നമ്മുടെ സൈസ് നോക്കിയിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ മാറ്റാം. ഇതിന്റെ ബ്ലൂ ഉണ്ടല്ലേ?
ഇതെല്ലാം ഒരു മെറ്റീരിയൽ കൊറിയൻ മോഡൽ എന്ന് പറയും. കറക്റ്റ് ആണ്. പക്ഷെ ചില ബ്രാൻഡിന്റെ എസ് എടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് പോലെ തോന്നും. ഇതിന്റെ ലൈറ്റ് ഷെയ്ഡോ? വേറെ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഈ കളറായിരിക്കും. ബ്രൗൺ ആണ്. ഇത് രണ്ടും സെയിം ആണ്. കുറച്ചും കൂടി ഡാർക്കാ. ഇതെടുക്കാം. ബ്ലാക്ക് വേണ്ട. ഇത് നോക്കാം. ഇത് നോക്കിയിട്ട് സൈസ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ എസ് എടുക്കേണ്ടി വരും. എസ് ഇതിന്റെ ഉണ്ടാവുമല്ലോ അല്ലേ? എസ് എ ഉണ്ടാവില്ല, വേറെ വയ്ക്കാം. അപ്പൊ ശരി, ഞാൻ നോക്കിയിട്ട്. ഓ ഇത് കൊണ്ടുപോകാം. അപ്പം അച്ഛനും എനിക്ക് ഓരോ ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഞാൻ അവസാനം പറയാം. പ്രൈസ് ചോദിച്ചിട്ടൊന്നുമില്ല, അവസാനം പറയാം. വൈറ്റ് വൈറ്റ്. അതന്നെ, ഞാൻ അമ്മ വന്നിട്ട് വരാം. ഞാൻ അമ്മനോട് ചോദിച്ചു, അപ്പൊ വന്നിട്ട് നോക്കാ പറഞ്ഞേ. അതന്നെ, ഞാൻ അത് കണ്ടു. അതന്നെ അമ്മ ഞാൻ വിളിച്ചു, അപ്പൊ എന്തായാലും വരുന്നുണ്ട്. അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞിട്ട് നോക്കാം. എന്ത് കൂപ്പണാ? എന്തെടുത്താലും സമ്മാന കൂപ്പൺ. എന്തെടുത്താലും ഫ്രമ്മും കൂടി ചേർത്തിക്കൊള്ളാം ഇടയിൽ. അപ്പൊ ചാനലിന്റെ പേര് പോയി. ഇതവിടെ ചേർത്തിയാൽ മതി. വിഷ്ണു ഫ്രം മുട്ടിരിങ്ങി. ഓക്കെ. കൃഷ്ണ ഡ്രസ് ഹൗസിലേക്ക് വരിക. ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് പറയാൻ അവിടെ നിന്ന് വിട്ടുപോയി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു. പിന്നെ വീഡിയോ ഒന്ന് എൻഡും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ പ്രൈസ് വന്നിട്ട് 465 രൂപ. അത് ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ഷർട്ടിന് 465 രൂപയായിട്ടുണ്ട്. കുഴപ്പമില്ല. ക്ലോത്തും എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിനൻ ടൈപ്പൊക്കെയാണ്, നമ്മുടെ കതർന്നൊക്കെ പറയും. അതുപോലത്തെ ടൈപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് അച്ഛനെ വിട്ട് നോക്കി, ആൾക്ക് ഓക്കെയാണ്. ലെങ്ത്ത് മാത്രം കുറച്ച് കൂടുതലാണ്. കാരണം ഈ റെഡിമെയ്ഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ സൈസ് നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ ലെങ്ത്ത് ചിലപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഇതിൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ അളവ് ഫിറ്റാണ്, പക്ഷേ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി. അത് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എനിക്കും ഓക്കെ ആയിരുന്നു ഇട്ട് നോക്കിയപ്പോൾ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.